തൻ്റെ സുഹൃത്തിന് കൊടുത്ത ഒരു വാക്ക് അത് പിന്നീട് അദ്ദേഹത്തിന് പാലിക്കേണ്ടി വരുന്നു. അങ്ങനെ അത് മക്കയിലേക്കുള്ള ഒരു പാലമായി മാറുന്നു. അതിലേറെയാണ് മലപ്പുറത്തുകാരനായ കുഞ്ഞിമോൻ കാക്കിയ മക്കയിലേക്ക് എത്തുന്നത്. കാക്കിയ എന്ന മക്കയിലെ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞിമോൻ്റെ കഥയാണ് ഇനി പറയുന്നത്. മക്കയിലേക്കുള്ള പാത പണ്ടത്ര എളുപ്പമുള്ളതായിരുന്നില്ല. കടലിലെ ചൂടേറ്റും മരുഭൂമിയിലെ തണുപ്പുമേറ്റുമല്ലാതെ അന്ന് മക്കയിലേക്ക് അണയുക സാധ്യമായിരുന്നില്ല. അങ്ങനെയൊരു കാലത്താണ് അപ്രതീക്ഷിതമായി ഒരാൾക്ക് പാകിസ്ഥാൻ വഴി മക്കയിലേക്ക് വഴിയൊരുങ്ങുന്നത്. അയാളിട്ട വഴിയിലൂടെ തുടങ്ങുകയായിരുന്നു കുഞ്ഞിമോൻ കാക്കിയ എന്ന മലപ്പുറത്തുകാരന്റെ മക്കയിലെ കഥ. അബ്ദുൽ മുഹൈമിൻ എന്ന കുഞ്ഞിമോൻ കാക്കിയ മക്കയിലുള്ളവർക്ക് സുപരിചിതനാണ്. സാമൂഹ്യ പ്രവർത്തകൻ, ബിസിനസ്സുകാരൻ എന്നിങ്ങനെ പലവിധമാണ് മേൽവിലാസം. 50 വർഷം മുമ്പ് പിതാവിന്റെ മക്കയിലേക്കുള്ള വരവ് ഒരു ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. പണ്ട് കുഞ്ഞിമോൻ കാക്കയുടെ വല്യുപ്പ മതപഠനം നടത്തുന്ന കാലം. 100 വർഷം മുമ്പാണത്. മലപ്പുറം കൂട്ടിലങ്ങാടിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം. മലപ്പുറത്തെ വല്യപ്പയുടെ നാട്ടിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് വന്ന അധ്യാപകൻ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകുന്നു. അന്ന് വല്യുപ്പ മതപഠനം നൽകുന്ന കാലമാണ്. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിച്ച് അബ്ദുസ്സമദ് എന്ന പേര് സ്വീകരിച്ചു. മതം സ്വീകരിച്ചതിനാൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ തന്റെ മകളെ വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിച്ചു നൽകാമെന്ന് കുഞ്ഞിമോന്റെ വല്യുപ്പ അബ്ദുസ്സമദിന് ഉറപ്പു നൽകി. ഇതിനിടയിലാണ് ഇന്ത്യ പാക് വിഭജനമുണ്ടാകുന്നത്. ഇതോടെ അബ്ദുസ്സമദ് പാകിസ്ഥാൻ പൗരത്വമെടുത്ത് അവിടെ കൂടി. പിന്നീട് വിസയെടുത്ത് മക്കയിലേക്കെത്തി. മക്കയിൽ പോസ്റ്റ് ഓഫീസറായിട്ടായിരുന്നു അബ്ദുസ്സമദിന് ജോലി. പിന്നീട് സൗദി പൗരത്വമെടുത്തു. അവിടെ നിന്നും നാട്ടിലേക്ക് അദ്ദേഹം ടെലഗ്രാം ചെയ്തു. മകളെ വിവാഹം കഴിച്ചു തരാമെന്ന വാക്ക് പാലിക്കണമെന്നായിരുന്നു ആ ടെലഗ്രാമിന്റെ ചുരുക്കം. അതായത് അന്ന് കുടുംബത്തിലൊക്കെ മൊത്തത്തിൽ എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അന്ന് എൻ്റെ പിതാവിൻ്റെ പിതാവ് വല്യപ്പ പറഞ്ഞ വാക്കാണത്. ഞാൻ നിങ്ങൾക്കൊക്കെ പരിശുദ്ധ മക്കയിലേക്കൊരു പാലം വെച്ച് തരാണ്, നിങ്ങൾക്ക് മക്കയിലേക്ക് പോകാൻ ഒരു പാലം ഞാൻ നിർമ്മിച്ചു തരാണെന്നാണ് എന്ന് പറഞ്ഞത്. അത് പിന്നീട് അത് അക്ഷരംപതി യാഥാർത്ഥ്യമാകാനുണ്ടായത്. കുടുംബങ്ങൾ മൊത്തം, വാപ്പയും വാപ്പയുടെ സഹോദരന്മാരും ബന്ധുക്കളൊക്കെ, ഈ അമ്മായി ഇവിടെ ഉണ്ടാകുമ്പോൾ ഹജ്ജിന് വരുമ്പോൾ അങ്ങനെ നാട്ടുകാരൊക്കെ മക്കയിൽ വരുമ്പോൾ ഒരു അമ്മായി ഒരു ആശാകേന്ദ്രമായി മാറി. അവിടെ അബ്ദുസ്സമദ് സൗദി പൗരത്വം സ്വീകരിച്ചു. പക്ഷേ ഭാര്യ റുഖിയക്ക് പൗരത്വത്തിന് സാധിച്ചില്ല. ഇതോടെ 2 പേരും പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചു. മക്കളെല്ലാം ഇന്ന് സൗദികൾ തന്നെ. റുഖിയയും സമദും മക്കയിൽ തന്നെ മരണപ്പെട്ടു. മക്കളെല്ലാം നാടിനോടുള്ള ബന്ധം തുടർന്ന് കാക്കിയക്ക് കൂട്ടായി മക്കയിലുണ്ട്. പിതാവിന്റെ പെങ്ങൾ തുടങ്ങിവെച്ച ആ ബന്ധത്തിലൂടെയാണ് കുഞ്ഞിമോൻ കാക്കിയയും മക്കയിൽ വേരൂന്നുന്നത്. മക്കയുടെ ചൂടും ചൂരും ആവാഹിച്ചതോടെ അങ്ങനെ അറബി കുപ്പായമണിഞ്ഞു. മക്കയിലെ കാക്കിയയുടെ പേരിലാണ് മുഹൈമീൻ എന്ന കുഞ്ഞിമോൻ അറിയപ്പെടുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്താണ് പരിശുദ്ധ മക്കയിലേക്ക് വരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പരിശുദ്ധ മക്കയിലേക്ക് വരാം. പക്ഷേ വാപ്പാക്കന്ന് ചെറിയ ഒരു കച്ചവടമാണല്ലോ. ആ കച്ചവടത്തിലേക്ക് വന്ന് അതിൽ ആകർഷ്ടനായി വാപ്പയുടെ കൂടെ സഹായത്തിൽ ഇങ്ങനെ തുടങ്ങി. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആ ബിസിനസ് ഇങ്ങനെ വിപുലമാക്കി ഘട്ടം ഘട്ടങ്ങളാക്കി അത് വലിയ ബ്രാഞ്ചുകളാക്കി മാറ്റി. അന്ന് നേരത്തെ ഹോൾസെയിലിൻ്റെ ബിസിനസ്സാണ്, പിന്നെ ഹോട്ടൽ ബിസിനസ്, റെസ്റ്റോറൻറ്റ് മേഖല. അങ്ങനെ മക്കയിൽ കാക്കിയയിലാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ആസ്ഥാനം തുടങ്ങുന്നത്. അങ്ങനെയാണ് കുഞ്ഞിമോൻ കാക്കിയ എന്നുള്ള ആ രൂപത്തിലേക്ക് പേര് മാറി. കാക്കിയയിലെ കുഞ്ഞിമോൻ. ബൈത്തുൽഹന മോഡേൺ ട്രേഡിംഗ് ഗ്രൂപ്പ്, ഹൗസ് കെയർ ഹൈപ്പർ മാർക്കറ്റ്, അഫ്രാദ് ഇന്റർനാഷണൽ ഗ്രൂപ്പ്, അക്ഷര ഗോൾഡ്, എസ്കോള ഇന്റർനാഷണൽ സ്കൂൾ എന്നിങ്ങനെ പിതാവൊരുക്കിയ വിളനിലത്തിൽ ബിസിനസ് ശൃംഖലകൾ വളർന്നു. പതിയെ മക്കയിലെ ജീവകാരുണ്യ രംഗത്തേക്കും സജീവമായി.
100,000-ഓളം മെമ്പർമാരുള്ള സൗദിയിലെ KMCCയുടെ ദേശീയ പ്രസിഡന്റാണ് കുഞ്ഞിമോൻ കാക്കിയ. അതാണ് നിറഞ്ഞു നിൽക്കുന്ന കളം. അതിനു വേണ്ടിയായിരുന്നു ബിസിനസ്സിനേക്കാൾ ജീവിതത്തിലെ സമയം ചിലവഴിക്കുന്നതും. അപ്പോൾ KMCCയുടെ പ്രവർത്തനം, ഞാൻ ബിസിനസ്സുകാരനാണ് എന്ന് പറയുന്നതിലേറെ ഞാനൊരു KMCCക്കാരനാണ് എന്ന് പറയുന്നതിനാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. കാരണം അത്രമാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. പതിനായിരക്കണക്കിന് ആളുകൾക്ക് തന്നെ ഒരു ദിനേന ഉപകാരം കിട്ടുന്ന ഒരു പ്രവർത്തന മേഖലയായി ഇന്ന് KMCC മാറിയിട്ടുണ്ട്. ഞാൻ KMCCക്കാരനാണെന്ന് പറയുന്നതിൽ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. മക്കയാണ് ശ്വാസം. അവിടെ എത്തുന്ന അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിച്ചുകൊണ്ടാണ് സാമൂഹ്യരംഗത്തെ സേവനം തുടരുന്നത്. ഇതിപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൽ കൂടുതൽ പ്രായം ചെന്ന ആളുകളും രോഗികളായിട്ടുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ ഇപ്പോൾ ഉംറയ്ക്ക് വരുന്ന ആളുകൾ കൂടുതലും ഈ ഡയാലിസിസ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളും വരുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന രോഗികളുണ്ടാകുമ്പോൾ അവർക്ക് ഡയാലിസിസ് സൗകര്യങ്ങൾ ഏർപ്പാട് കൊടുക്കലുണ്ട്. പിന്നെ ഒട്ടേറെ മരണങ്ങൾ സംഭവിക്കാറുണ്ട് മക്കയിലെത്തുന്ന പ്രായമായ ആളുകൾ. ഇവിടെ നിന്ന് പനിയും ജലദോഷമൊക്കെ പിടിച്ച് ന്യൂമോണിയൊക്കെ ബാധിച്ചൊക്കെ മരിക്കുന്ന എത്രയോ കേസുകളുണ്ട്. ദിനേന എന്നോളം ഓരോ മലയാളികളും ഇവിടുന്ന് മരണപ്പെട്ടു. അപ്പോൾ അവരെ മയ്യത്ത് പരിപാലനവും അതിൻ്റെ മറവ് ചെയ്യലും അതുപോലെ തന്നെ മിസ്സിംഗ് കേസുകളുണ്ടാവും. KMCCയെ ജനകീയമാക്കുന്നതിൽ കുഞ്ഞിമോൻ കാക്കിയെ പോലുള്ള നേതാക്കളുടെ പങ്ക് ചെറുതല്ല. അവരോടൊപ്പം മണ്ണിലിറങ്ങി തന്നെയാണ് സൗദിയിലെ ഏറ്റവും കരുത്തുറ്റ മലയാളി സംഘടനയായി KMCCയെ അദ്ദേഹം മാറ്റിയെടുക്കുന്നത്. 1,00,000 മെമ്പർമാർ നമുക്ക് സ്ഥിര മെമ്പർമാർ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഉണ്ട്. 1,00,000. അതില്ലാത്ത അനുഭാവികളായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. സത്യത്തിൽ KMCC എന്ന് പറയുമ്പോൾ അതിൽ അംഗമാകുന്ന ആളുകൾക്ക് അത് വല്ലാത്തൊരു സ്പിരിറ്റ് അതിലുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടണം എന്നെക്കൊണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം KMCCക്കാർ. 90% ആളുകളും മനസ്സുകൊണ്ട് എന്തെങ്കിലും ആളുകൾക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഏകോപനം നടത്താൻ വലിയ പ്രയാസമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾ അത് അംഗീകരിക്കും. ഹജ്ജാണ് കുഞ്ഞിമോൻ കാക്കയുടെയും പ്രവർത്തകരുടെയും പ്രധാന സേവന മേഖല. പണ്ട് മുതലേ ഇക്കാണുന്ന അറഫയിലും മിനയിലും മുസ്ദലിഫയിലും വഴികളിലുമെല്ലാം അവർ സജീവമായി ഉണ്ടാകും. ഈ മക്കയിൽ ജീവിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തിയുണ്ട്. മക്കയിലെ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥികളായി വരുന്ന ഹജ്ജാജിമാർക്കുള്ള സേവനം നൽകുക എന്നുള്ളത്. അപ്പോൾ പടച്ച റബ്ബിൻ്റെ അതിഥികളെ നമ്മൾ സൽക്കരിക്കുക, അവർക്ക് വേണ്ട സഹായം ചെയ്യാന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഉയർച്ചയ്ക്കും കാരണം അതുതന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കറകളൊന്നുമില്ലാതെ രാഷ്ട്രീയ രംഗത്തെ വിശുദ്ധിയും അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നു. നിസ്തുലമായ ഈ സേവനങ്ങൾക്കായിരുന്നു മീഡിയ വണ്ണിന്റെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള 2024 പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. ജിദ്ദയിലെ ഹലാ ജിദ്ദ വേദിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി മീഡിയ വൺ പുരസ്കാരം അദ്ദേഹത്തിന് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ കൈമാറി. പ്രിയപ്പെട്ട കുഞ്ഞിമോൻ കാക്കയെയാണ് നമ്മൾ ഇവിടെ ആദരിക്കുന്നത്. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് കുഞ്ഞിമോന്റെ കുടുംബം. പഠനവും മറ്റുമായി മക്കൾ നാട്ടിലാണ്. മക്ക വിട്ടുപോരാൻ അദ്ദേഹത്തിന് പക്ഷേ മനസ്സില്ല. ഈ മണ്ണിൽ തന്നെ നാഥന്റെ അതിഥികൾക്ക് തുണയായി ബാക്കി നിൽക്കണം. അതുമാത്രമാണ് ഉള്ളിലുള്ള ആഗ്രഹം.